സ്വാമി, ഇപ്പോൾ വായിച്ച ഈ സരിഗമപ്പ, ഞാനൊരു പ്രകൃതി സ്നേഹിയാണ്. അവൻ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ശാസ്ത്രം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ പ്രകൃതിയും സംഗീതവും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഈ പ്രകൃതിയും മൃഗങ്ങളുമായിട്ടോ ഈ സംഗീതമായിട്ടുള്ള ഒരു ബന്ധത്തിനെ കുറിച്ചിട്ട് ഒരു രണ്ട് വാക്ക്. പറയാം, സന്തോഷം. ഞാനും ഒരു പ്രകൃതി സ്നേഹിയാണ്. കാരണം പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല. പ്രകൃതിയുടെ ഒരു ഭാഗമാണ് മനുഷ്യൻ. അപ്പോൾ സംഗീതത്തിൽ നമുക്കൊരു 7 സ്വരം ദ സാരി ഗ മ പ ദ നി സ സ നി ദ പ മ ഗ രി സ. സ എന്ന സ്വരം സൂചിപ്പിക്കുന്നത് മയിലിൻ്റെ മർമ്മരങ്ങൾ അത്രേ. ആ ശാസ്ത്രപ്രകാരം മയില് മയിലിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള സ്വനങ്ങൾ, ആ മർമ്മരങ്ങൾ അത്രേ സായിലൂടെ വരുന്നത്. പിന്നെ നമ്മൾ രീയിലേക്ക് പോകുമ്പോൾ ഋഷഭം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കാളയുടെ മുക്ര. അത് കുറച്ചുകൂടി ഫ്രീക്വൻസി ജാസ്തിയാണ്. സായിനേക്കാളും വലിയ ഫ്രീക്വൻസി അല്ലേ രീ, ആ ഋഷഭം. പിന്നെ അടുത്തത് ഗ എന്ന് പറഞ്ഞാൽ ഗാന്ധാരം. ആ ഗാന്ധാരം എന്ന് പറഞ്ഞാൽ ആടിൻ്റെ കരച്ചലിനെയാണ് അത്രേ സൂചിപ്പിക്കുന്നത് ശാസ്ത്രപ്രകാരം. ആട്. അജം. പിന്നെ അടുത്തത് സരിഗ മ എന്ന് പറയുമ്പോൾ കൊക്ക്, പ്രാവിൻ നല്ല അതത്ര അമ്മ. കൊക്ക് ഓർ ഹംസം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരയന്നം. കൊക്ക്, പ്രാവ്, ഹംസത്തെ അത്ര സൂചിപ്പിക്കുന്നത്. പിന്നെ പാ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഏറ്റവും നമ്മൾ എത്രയോ പക്ഷികളുണ്ടെങ്കിലും നമ്മൾ കുയിലിൻ്റെ നാദത്തെയാണ് മധുരം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതാണ് ഈ പ സരിഗമ പ പഞ്ചമ അത്രേ കുയിലിൻ്റെ ശ്രുതി. പ്രകൃതി സംഗീതവുമായിട്ടുള്ള ഒരു ബന്ധം പറയുകയാണെങ്കിൽ പഞ്ചമം കുയിലിൻ്റെ ശ്രുതി. ധ എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ചുകൂടി മേലത്തെ ആവൃത്തി എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി, കുറച്ചുകൂടി മേലത്തെ പിച്ച്. അത് അത്ര കുതിരയുടെ ആ കുതിര പുറപ്പെടുവിക്കുന്ന ശബ്ദം, അതത്ര ഈ ധ. ഏറ്റവും അറ്റത്ത് നീ എന്ന് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് എത്തി. ആ ഹയസ്റ്റ് ഏതാണ്? പ്രകൃതിയിൽ ഏറ്റവും വലിയ മൃഗം, വൺ ഓഫ് ദി ഏറ്റവും മൃഗമായി കരുതപ്പെടുന്ന ഒന്ന് കരയിലെ ആനയല്ലേ. ആനയുടെ ആ ചിഹ്നം വിളി അത്ര ഈ നീ ആയിട്ട് പ്രകൃതിയിൽ ഈ സ്വരത്തോട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ശാസ്ത്രങ്ങൾ നമ്മുടെ ആദ്യകാലം മുതൽ തന്നെ, ഇത് വേദത്തിൽ നിന്ന് വന്നാണ്, എന്നാലും ആ ശാസ്ത്രങ്ങളിൽ നിന്ന് വന്ന ആ കമ്പാരിസൺ പ്രകൃതിയും സംഗീതവുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് വരച്ചു കാട്ടിത്തരുന്നു. ഏതായാലും വേൾഡ് മ്യൂസിക് ഡേ, ലോക സംഗീത ദിനത്തിൽ ഇത്രയും കുഞ്ഞു അറിവുകൾ പകർന്നു തന്ന അറിയാൻ എന്ന എപ്പിസോഡിലേക്ക് ഇന്ന് നമുക്ക് നമ്മളോടൊപ്പം ചേർന്ന കുമാരസ്വാമിക്ക് ആർക്കുംപാടം കുടുംബത്തിൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒപ്പം മറ്റൊരു അറിവുമായി വീണ്ടും കുമാരസ്വാമി ഞങ്ങളോടൊപ്പം. താങ്ക് യു.